ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ പോവാണ് കേട്ടോ. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വല്ല പൂരോ ബർത്ത്ഡേ അങ്ങനത്തെ ഓരോ ദിവസങ്ങളത്തെ വ്ളോഗ് മാത്രമേ നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ബാക്ക് ടു പവർ ഓൺ, നമ്മൾ പഴയ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാണ്ട് നമുക്ക് ഫുൾ പവറിൽ വരാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഒരു കുറേ തിരക്കിൽ വിട്ടിട്ട് നമ്മൾ ഭയങ്കര ബാറ്ററി ലോ ആയിരുന്നു. അപ്പോൾ നമുക്ക് വല്ല പവർ പാക്ക് ആയിട്ടുള്ള ഒരു വ്ളോഗായിട്ട് ഈ വ്ളോഗ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും ഷഞ്ജിനിയും കൂടെ അത് സസ്പെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വായു, നമുക്ക് ഇന്നത്തെ ദിവസത്തിലോട്ട് എൻ്റെ കൂടെ വായു. അപ്പോൾ ഞാൻ കളത്തോട് പോവാണേ. ആദിക്കുട്ടനുണ്ട്. ആദിക്ക് ഇന്ന് ഉച്ച വരെ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനെ ഞാൻ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഇന്ന് എടുത്തു. അപ്പോൾ ദേവൻ പരീക്ഷയാണ്, പക്ഷേ എൻ്റെ മോൻ TV കണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡ് TV കണ്ടിരിക്കുന്നുണ്ട്. കാർട്ടൂൺ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ബിസി ആക്കണം, അല്ലെങ്കിൽ ഫുൾ ടൈം TV കണ്ടിരുന്നവരെ കണ്ണ് മൊത്തടിച്ചു പോകും. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ആദ്യക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പോയ കാര്യം എന്താന്നൊക്കെ പിന്നെ പറയാം. ഇത് മാത്രം കണ്ടോ, നാളെ കൊണ്ടേക്ക് ശരി നനച്ചിട്ട് വരാം. ഞങ്ങൾക്ക് ഇന്ന് പ്രാക്ടീസിന് പോകണം. അപ്പൊ ഞാൻ പ്രാക്ടീസിന് പോയിട്ട് അവരെ ഞങ്ങളുടെ ടീമിനെ മൊത്തം കാണിച്ചു തരാം. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മറ്റേത് എനിക്ക് രണ്ടുപേരും കൂടെ ഷെയർ എനിക്ക് മേടിച്ചതാണ് മറ്റേത്. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് വയ്ക്കാന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇപ്പൊ വ്ളോഗ് ചെയ്യാണ്ടേ മറന്നു പോവാ. അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. നമുക്ക് വെക്കേഷനൊക്കെ ആയില്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര്, ആമിയുടെ ഫ്രണ്ട്സ്, മിന്നുവിന്റെ ഫ്രണ്ട്സ്, അങ്ങനെ സ്കൂള് പിള്ളേരാന്ന് തോന്നുന്നുണ്ട് കുറെ പേര്. അപ്പൊ പിന്നെ അവർക്ക് ഇനി സമയം കിട്ടില്ല. അപ്പൊ ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അല്ലേ അമ്മി. ഒരാള് സ്കൂള് വിട്ട് വന്നിട്ട് എത്ര നേരമായിന്നറിയോ? 6 മണിയാവാറായി. അപ്പൊ ഞങ്ങൾ ഇനി പ്രാക്ടീസിന് പോണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു, തമ്പനയിലൊക്കെ ഇട്ടിട്ട് വേഗം ചെയ്തു. ചില സമയത്ത് കുറെ സമയം എടുക്കും. കുംഭഭരണിയുടെ വ്ളോഗ് ഇനി കണ്ടന്റുകൾ ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ചെയ്യണം. കുറച്ച് ബിസി ആയപ്പോഴേക്കും എനിക്ക് ഒരു ബ്ലൗസും കൂടി എൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. ആ ബ്ലൗസും കൂടി കഴിഞ്ഞ് ഇത്തിരി സമാധാനമുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങോ കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യല്ലേ, കോമൺ സ്റ്റിച്ചിങ് സാധനങ്ങൾ. ഞാൻ മൊത്തം ട്യൂട്ടോറിയലൊന്നും ചെയ്യില്ല, അതൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. ഞങ്ങൾ വലുതായിക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. ഒരു തൊണ്ടകാൻ എടുക്കട്ടെ കേട്ടോ, പരീക്ഷ ആകുമ്പോഴേക്കും. തൊണ്ടകാനേ. അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പ്രാക്ടീസിന് ഇറങ്ങി. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് ഇനി വ്ളോഗ് ചെയ്യാട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തിട്ടെടുക്കണ്ടേന്ന് വെച്ചൂടെ? ഇത് മതിയാ നമുക്ക് കളിക്കാൻ. വായിൽ നിറച്ച് മുറുക്കാനാവുണ്ടല്ലേ, മുറുക്കാൻ.
നാളെ കാണാം. ബൈ ബൈ. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞങ്ങള് നോക്കട്ടെ. ഞാൻ റിയ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തു. വീട് കിടക്കണണ്ട എന്റെ ബ്ലൗസ് തുന്നല് കാരണം വീടാകെ കച്ചറ. റിയാനെ വിളിച്ചു നോക്കട്ടെ. അല്ല, ഞാൻ അവളുടെ അടുത്ത് ലൊക്കേഷൻ ഇടാൻ പറഞ്ഞാണ്. എല്ലാ ദിവസവും നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച്. ഗൈസ്, ഞങ്ങള് റിയയുടെ അവിടെ പോയി വന്നു കേട്ടോ. അപ്പൊ റിയയുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ കുട്ടനല്ലൂര് ഹിൽ ഗാർഡന്റെ ഒരു ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഒരു കാർ വാഷും ഇതൊക്കെ വരുന്നുണ്ട്. ആ വഴിക്ക് പോണവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ അവിടെ കരിമ്പ് ജ്യൂസിന്റെ വെറൈറ്റികൾ ഫ്രൂട്ട്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്, പ്യുവർ കരിമ്പ് ജ്യൂസ്, അങ്ങനത്തെ ഒരു ഐറ്റം, അങ്ങനത്തെ ഷോപ്പാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ആ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കട്ടെ. വേനൽക്കാലമൊക്കെ അല്ലേ, ഹെൽത്തി അല്ലേ. മറ്റേ സോഡ സർബത്തോ അങ്ങനത്തെ കുടിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ച് വയറിനിറഞ്ഞു. അപ്പോൾ അധികം ഹെവി ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ബ്രെഡ് മുട്ടയും കഴിച്ചിട്ട് ഇന്നത്തെ ഡിന്നർ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം അടുക്കള ഒതുക്കിയിട്ട് എൻ്റെ അടുത്ത ബ്ലൗസിൻ്റെ വർക്ക് തുടങ്ങാം ഗൈസ്. അത് ഇന്ന് കുറച്ചെങ്കിലും തുടങ്ങി വെക്കണം. തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ തുണി ഞാൻ റിങ്ങും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തുടങ്ങാനായിട്ടുള്ളൊരു മടിയുണ്ട്. ഒരാൾ സ്കൂൾ വിട്ട് വന്നിട്ട് ആ നേരം വരെ അവൻ ഫോൺ നോക്കി കളിച്ചവിടെ ഇരുന്നു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയങ്ങ് ഫ്രഷ് ആയിട്ടിരിക്കണം. ഉറക്കം നോക്കിയിട്ട് നടക്കണം. അപ്പം അങ്ങനെ ഞാൻ ബ്രെഡ് ചൂടാക്കി ഈ മുട്ടയും കൂടി ബുൾസൈ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച് അവസാനിപ്പിക്കാം. നാളെ ആമിക്ക് മറ്റേ വാക്സിനേഷൻ ഇല്ലേ, നമ്മുടെ യൂട്രസിൻ്റെ ക്യാൻസർ തടയാൻ വേണ്ടിയിട്ട് 14-15 വയസ്സ് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പം നാളെയാണ് അതിൻ്റെ ഇനാഗുറേഷൻ. അപ്പം ആമി ആ ലിസ്റ്റിലുണ്ട്. അപ്പോൾ നാളെ 9:30 ഇതിന് വാക്സിനേഷൻ എടുക്കാൻ പോകണം. നാളാണെങ്കിൽ ആമിക്ക് ഉച്ച കഴിഞ്ഞിട്ട് എക്സാമും ഉണ്ട്. അപ്പം ഞാൻ റീ ചേച്ചിനെ വിളിച്ച് ചോദിച്ചു. ചേട്ടൻ്റെ കസിൻ ഉണ്ട്, ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി വാക്സിൻ എടുക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞില്ല, ഓക്കെ ആണ്, കൊടുത്തോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പനിയുടെ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞേ. ഗൈസ്, ഞങ്ങൾ അവിടേക്ക് പോയി വന്ന ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്, മറന്നുപോയി. പിന്നെ അടുത്ത ബ്ലൗസിന്റെ പണി ചെയ്യാതിരിക്കുക. ഇത് നെറ്റിന്റെ തുണി വെച്ചിട്ട് ഇപ്പോഴത്തെ ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ വരില്ലേ, അങ്ങനത്തെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്തിരി സ്ലോവിലേ ചെയ്യുള്ളൂ. കാരണം ഒരു ടെൻഷൻ കൊളാവണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യട്ടെ. പിന്നെ ഞാൻ ഒരു 2 കുർത്തിയും ഒരു ബ്ലൗസും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഞാൻ വീഡിയോ ഞാൻ നോക്കട്ടെ. ഇതിപ്പോൾ അധികം എനിക്ക് തോന്നുന്ന ഈവനിങ് വ്ളോഗ് അധികം നേരത്തേക്കുള്ളതില്ല. അപ്പം ഞാൻ നാളത്തെയും കൂടി വ്ളോഗും കൂടെ ഒരുമിച്ച് ചെയ്യാം. അപ്പം ഞാൻ നാളത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബ്ലൗസൊക്കെ ചെയ്തിട്ടുള്ളത്, ബ്ലൗസും 2 കുർത്തി ചെയ്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. ദൈവമേ മറക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടൻ ഉറങ്ങി, ചേട്ടൻ്റെ ഉറങ്ങാൻ കിടന്നു. ഇവിടെ ഒരു തിരികിൻ്റെ കൂടെ. അവൾക്ക് നാളെ എക്സാം ഉണ്ട്. നാളെ ആമിക്ക് വാക്സിനേഷനുണ്ട് ഗൈസ്. ആമീനെ നാളെ ടെസ്റ്റ് ചെയ്യാൻ പോവാ. ആമി ആദ്യം തരാം. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. നാളത്തെ എന്ന് പറഞ്ഞാൽ ഈ വ്ളോഗിൻ്റെ ബാക്കി ഭാഗത്തിൽ കാണാം. അപ്പം ഞാൻ ഈ പണി ചെയ്യട്ടെ. എവിടെയാണോ കുത്ത കൈമേ നാമീനൊരു വാക്സിനേഷൻ എടുക്കാൻ പോവാ. പുതിയ HPVയുടെ അല്ല. ഈ എൻ്റെ ഫോൺ എടുത്താ, ഫോണല്ല എൻ്റെ കയ്യിൽ.
ഞങ്ങള് ഹെൽത്ത് സെന്ററിൽ പോവാ ആമീനെ കുത്താൻ. ചുമച്ചിട്ട് പോണു. അപ്പൊ ഞങ്ങൾ ആമീനെ കുത്താൻ പോവാട്ടാ. ആമിക്ക് ശരിക്കും ഇനി ഒരു 15 വയസ്സിലൊരു ഇഞ്ചക്ഷൻ ഉണ്ട് ജൂൺ കഴിഞ്ഞ. അപ്പൊ ഞങ്ങൾ ഹെൽത്ത് സെന്ററിൽ പോവാ. വൈറ്റമിൻ ഡിയുടെ ഒരു ഇഞ്ചക്ഷൻ. അതിന് ഇഞ്ചക്ഷൻ എന്തിനാ? അതിനെ കുത്താനല്ലേ, ബ്ലഡ് എടുക്കണ്ടേ? പിടിച്ചേ. സൂചി കുത്തണതാണ് പ്രശ്നം, ഇഞ്ചക്ഷൻ അല്ല. കുത്തണല്ലോ, കുത്തണതാണ് പ്രശ്നം. എന്നിട്ടാണ് ഏത് സന്തോഷായില്ലേ? ഹെൽത്ത് സെന്ററിൽ തിരക്കില്ല. ഡോക്ടർ വെറുതെ ഇരിക്കുക. സാധാരണ അവിടെ പരിയാവാറ്. ഇത് ഞാൻ ആമിക്ക് അവരൊരു ഒബ്സർവേഷൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 1/2 മണിക്കൂർ. അപ്പം ഞാൻ ആ ടൈമിൽ പരിചയപ്പെട്ടതാണ്. ശ്രീ പാർവതി എന്ന് എന്താണ് പേര് പറഞ്ഞത്. നല്ല മിടുക്കിയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പാട്ടും പാടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ ആമിയുടെയൊക്കെ സ്കൂൾ സേക്രഡ് ആർട്സിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ഇന്ന് പോകുന്നത്. ചേച്ചീനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതേ പിള്ളേർക്ക് പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആമിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എക്സാമിന് പോകണമല്ലോ, അപ്പോൾ എക്സാമിന് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെയാണ് അവളുടെ ഒരു ചിന്ത. പിന്നെ ഉണ്ടല്ലോ, ആമി ഒരു സമയത്ത് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ആമി പെട്ടെന്ന് ഹൈറ്റ് വെച്ചു. അതെനിക്കിപ്പോൾ മനസ്സിലാവണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ആമിയുടെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള പിള്ളേരാണല്ലോ അവിടെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വന്നേക്കുന്നതൊക്കെ. അപ്പോൾ അവരെക്കാളൊക്കെ ഇപ്പോൾ ആമി ഹൈറ്റ് വെച്ചു ഗൈസ്. അവൾ പെട്ടെന്നാണ് ഹൈറ്റ് വെച്ചിരിക്കണത്. അപ്പം എന്നേക്കാൾ വലുതായി. അത് നിങ്ങൾക്ക് പല വീഡിയോസിലും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അവൾക്ക് അവളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവൾ ബസ്സിൽ പോകേണ്ടതാ. ചെറുതായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ വേദനയും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒന്നാക്കി കൊടുക്കണം. ഞാൻ എൻ്റെ ബ്ലൗസ് തുന്നായിരിക്കാന്ന് കരുതിയിട്ട് പണികളൊക്കെ തീർത്ത് വെച്ചതാണ്. ഞാൻ ലോങ് വീഡിയോയിൽ പറഞ്ഞ ബുഗാടി കുത്തിയതിനെ പറ്റിയിട്ട്. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ബുഗാടി കുത്താന്നുള്ളത്. എന്നിട്ട് ഞാൻ ഒരിക്കൽ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ അബ്ചേട്ടൻ്റെ അടുത്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് കുത്തി കഴിഞ്ഞാൽ പഴുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുത്തിയില്ല. പിന്നെ ഞാനൊരു ചേച്ചീനെ പരിചയപ്പെട്ടു. ആ ചേച്ചി ഇങ്ങനെ ടാറ്റു ഷോപ്പിൽ പോയിട്ടാണ് കുത്തിയേ. അപ്പം അങ്ങനെ പഴുത്തൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആഗ്രഹം തലക്കി പിടിച്ചു. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് അബ്ചേട്ടൻ എനിക്ക് ബുഗാടി ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് അന്ന് തന്നെ പോയി കുത്തി. കാരണം ആലോചിച്ചെന്നാൽ പിന്നെ ചെയ്യലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ടാറ്റു ഷോപ്പ്, ഞാനല്ല കേട്ടാ, എനിക്ക് അബ്ബിയെ കണ്ടുപിടിച്ചെന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇതിൻ്റെ പിരി പോയത് ഞാൻ ഇതിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ പോയിട്ട് അവരെനിക്ക് പിരി മാത്രം തന്നു കേട്ടാ. ഈ ഒരു ബോൾ പോലത്തെ സാധനാ, ഇത് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈസാലേ, രസമുണ്ട്. ഇത് സിൽവറാണ് കേട്ടോ, ഗോൾഡ് അല്ലേ. സിൽവറിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഒക്കെ വെള്ളിയാണല്ലോ വന്ന് വീണേ, വെള്ളി ആയതുകൊണ്ടാവും. എനിക്ക് കുറച്ച് തുണികൾ കഴുകിയിടാണ്ട്. ഞാൻ എന്തായാലും അത് കഴുകിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് അവളെ കുണമാക്കിയിട്ട് വർക്ക് ചെയ്യാനിരിക്കാം. ആദ്യം ട്യൂഷന് പോയേക്കാം. ആദ്യം 12 മണിയാകുമ്പോൾ വരുമല്ലോ.
അങ്ങനെ പിന്നെ ഞാൻ ആമീനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി വന്ന് പിന്നെ ഞാൻ തുന്നാനിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം വ്ളോഗൊന്നും ചെയ്തില്ല, കാരണം അത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവസാനത്തെ ദിവസങ്ങളിലാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാവും. അത് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് വേറെ. പിന്നെ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഇന്നൊരു അർജൻറ്റ് ഒരു മീറ്റിംഗ് വന്നു വിട്ടു. അതുകൊണ്ട് ഇവരൊക്കെ ഡാൻസ് പ്രാക്ടീസിന് പോകാൻ വന്നതാണ്, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങളുടെ പാട്ടൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കായിരുന്നു. ഞങ്ങൾ പല പാട്ടിൻ്റെ ഒരു കൊളാബ് ചെയ്തിട്ട് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാട്ടിൻ്റെ മിക്സൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് സെറ്റ് ചെയ്തു ആ സമയത്ത് ഇരുന്നിട്ട്. ഇതേ കുഞ്ഞ് അവിടെ നിന്ന് TV കണ്ടിരിക്കുന്നത് കേട്ടോ. വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഞാൻ എന്തൊക്കെയോ എടുത്തു. ആമയുടെ ഇന്ന് വാക്സിനേഷൻ്റെ ഡേ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് സഞ്ജന വന്നിട്ടാണ് വൈകുന്നേരം തിരുവാതിരയ്ക്ക് പോകാനിരുന്നതാ, പക്ഷെ പോകാൻ പറ്റിയില്ല. കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരെ കോൾ ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ബ്ലൗസിൻ്റെ ഒരവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തുന്നി അവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇതിങ്ങനെ ഞങ്ങൾക്ക് നെറ്റ് വെക്കുന്ന ഒരു പാറ്റേൺ ആണ്. കാണിച്ചു തരാം, താഴ്ത്തി വെച്ചേക്കട്ടെ. കണ്ടോ, നെറ്റ് വെക്കുന്ന ഒരു പാറ്റേണിലാണ് ബ്ലൗസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ക്ലോത്തിൽ മാത്രം ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിലിനി നെറ്റിന് വർക്ക് ചെയ്യണം, ബ്ലൗസിന് വർക്ക് ചെയ്യണം, സ്ലീവിന് വർക്ക് ചെയ്യണം, കുറേ പണിയുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ കാണുന്ന കളറല്ല കേട്ടോ, ഇതിൽ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നണം, ഇത്ര ബ്രൈറ്റ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഈ മാതിരിയൊക്കെ ഒരു കളറാണേ. അപ്പോൾ ഇനി വർക്ക് ചെയ്യാനുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നെറ്റുമ്പോഴത്തെ വർക്ക് തുടങ്ങി വെക്കട്ടെ. നെറ്റുമ്പോൾ ഞാൻ അതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്ത് ഞാൻ ചെയ്യാനിരിക്കാൻ പോകുന്ന സമയം 10:30 കുറച്ച് നേരം ചെയ്യും, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങും. അപ്പം ഞാൻ റോസ്ലിൻ ഉണ്ടല്ലോ ഒരു സീരീസ്, ഏതിലായിരുന്നു അത്, ജിയോയിലാണോ ഏതിലോ, കണ്ണാട് പോരട്ടെ. എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലത് കണ്ണട വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. എൻ്റെ തൊണ്ടിട്ട് കണ്ണട വെച്ചേക്കണേ. അപ്പോൾ റോസ്ലിൻ്റെ സീരീസ്, അപ്പോൾ മൂവിയില്ലേ റോസ്ലിൻ മൂവിയുടെ സീരീസ് കണ്ടായിരുന്നു ഞാൻ. നല്ല മൂവിയാണ് കേട്ടോ, കണ്ടിരിക്കാം, നല്ല രസമുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇല്ല കേട്ടോ. നിറച്ച് പിമ്പിൾസൊക്കെ ഉണ്ട്, അതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ട് മുഖത്ത്. പിന്നെ ഇത് മറ്റേ ഓയിൻമെൻറ്റ് പറ്റി ഇത് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം 2 മാസമൊക്കെ എടുക്കും. ഒരു മാസം ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗല്ല, നമ്മൾ 2 ദിവസത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകാൻ കേട്ടോ. നാളെ വുമൻസ് ഡേ ആണ്. പ്ലസ് ഞങ്ങൾക്ക് നാളെ ഫുൾ ഡേ പ്രാക്ടീസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. ഞങ്ങൾ അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, അത് പറഞ്ഞില്ലല്ലോ. ഫ്യൂഷൻ തിരുവാതിര, വീരനാട്യം അതൊന്നല്ല, കുറച്ച് ഫിലിം സോങ്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇന്നത്തെ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ നാളെ അങ്ങോട്ട് പോകണം. ഞാൻ പറ്റുകയാണെങ്കിൽ നാളെ വ്ളോഗ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇന്നത്തെ തന്നെ പറയുന്നു. അപ്പോൾ 2 ദിവസത്തെ ഒരു വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.